24-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേർഡ്സ് 15, പ്രത്യേകിച്ച് അതിന്റെ അവസാന ഭാഗം ആദ്യം മുതൽ വായിച്ചാൽ 15-ാം വാക്യം വായിച്ചാൽ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളി. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ വാക്യം തമിഴിൽ ജെന്നിഫർ ഒന്ന് വായിച്ചാട്ടെ. യഹോശുവ 24:15. തെലുങ്കിലും വായിക്കാം, ഇംഗ്ലീഷിലും വായിക്കാം, നമുക്കറിയാവുന്ന ഭാഷകളിലൊക്കെ വായിക്കാം. கர்த்தரை சேவிக்கிறது உங்கள் பார்வைக்கு ஆகாதமாய் கண்டால் பின்ன யாரை சேவிப்பீர்கள் என்று இன்று தெரிந்து கொள்ளுங்கள். நதிக்கு அப்புறத்தில் உங்கள் பிதாக்கள் சேவித்த தேவன்களை சேவிப்பீர்களா? நீங்கள் வாசம் பண்ணுகிற தேசத்துக்கு குடி 24:15 அப்புறத்தில் உங்கள் பிதாக்கள் சேவித்த தேவன்களை சேவிப்பீர்களே. நீங்கள் வாசம் என்கிற தேசத்துக்கு குடிகளாகிய எமோரியரின் தேவர்களை சேவிப்பீர்களே. நானும் என் வீட்டாரும் மோசேவென்றால் കർത്തരയെ സേവിപ്പീൻ என்றார். സാമേ ഈ വാക്യം എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കാമെങ്കിൽ വായിക്കാം. But as for me and my house, we will serve the Lord. Okay. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വചനം ഇന്ന് കേൾക്കുവാൻ ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. ദൈവസഭയിൽ ആര് വചനം ശുശ്രൂഷിച്ചാലും ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആ വചനം ഏറ്റെടുത്ത് ജീവിക്കണം, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. കാരണം ഒരേ സമയത്ത് അവൻ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനത്തിൽ മറ്റൊരു അവസരത്തിൽ അതിന് മറ്റൊരു ആഴങ്ങളിലേക്ക് അർത്ഥത്തിലേക്കായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഓരോ സമയം കിട്ടുന്നതായ മന്ന, വചനമാകുന്ന മന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കളക്ട് ചെയ്തോണം, നിങ്ങൾ പെറുക്കിയെടുത്തോണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും. യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം പഴയ നിയമത്തിലെ ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? ചരിത്ര ഗ്രന്ഥമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിലെ മെയിനായിട്ടുള്ള വ്യക്തി ആരാണ്? ആ പേരിൽ തന്നെ ഉണ്ട്. ആരാണ്? യോശുവ, അല്ലേ? ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനും യോശുവയാണെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വരാം. ഇനി യോശുവ ആരായിരുന്നു എന്ന് നമുക്കറിയാം. യോശുവ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഉത്തരം? ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? എന്ന് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. മോശയുടെ ശിഷ്യനായിരുന്നു ആര്? യോശുവ. മോശ ആരായിരുന്നു? മോശയെ പറ്റി ആരും ഇവിടെ സാക്ഷ്യം പറഞ്ഞല്ലോ. മോശയെ പറ്റി ദേവദാസൻ, അല്ലേ? അതെ, സ്തോത്രം. മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻകൗണ്ടർ, അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ തനിക്കൊരു ദർശനം, ഒരു കാഴ്ച ഉണ്ടായി. എന്തായിരുന്നത്? മുൾപ്പടർപ്പി തീ, അല്ലേ? പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, വെന്തു പോകുന്നില്ല. അത് മോശയുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ആയിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഒരു കീഴടങ്ങലായിരുന്നു മോശയ്ക്ക്. ആ എൻകൗണ്ടറോടുകൂടി, ആ കീഴടക്കലിനോടുകൂടി മോശയുടെ ചരിത്രം മുഴുവൻ മാറുകയാണ്, അല്ലേ? സ്തോത്രം. മോശയുടെ ചരിത്രം നമുക്കറിയാം. ഞാൻ മോശയെ പറ്റി പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോശുവയുടെ കാര്യത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയാണ്. 40 വർഷം മിസ്രൈമില് ജീവിക്കായിരുന്നു. ആരുടെ മകനായിട്ട്? ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ജീവിക്കായിരുന്നു, അല്ലേ? ഇനി അടുത്ത 40 വർഷം എവിടെയായിരുന്നു? അമ്മായിപ്പനാകുന്ന എന്താ പേര്? യിത്രോവിന്റെ ആടുകളെ മേയ്ക്കായിരുന്നു. ഇപ്പൊ ആര് യിത്രോ എന്നുള്ള പേരൊന്നും ഇടുന്നില്ല. യോസേഫും മറിയയും പത്രോസും എന്നൊക്കെ പേരൊക്കെ ഇടുന്നു. യിത്രോ എന്നൊക്കെ ഇടണം, നല്ല പേരല്ലേ? സ്തോത്രം, അല്ലേ? 40 വർഷം യിത്രോവിന്റെ ആടുകളെ മേയ്ക്കായിരുന്നു. പിന്നെ അടുത്ത 40 വർഷം ദൈവജനത്തെ നയിക്കാൻ വേണ്ടി ദൈവിക നിയോഗമായിരുന്നു. ഒരു കാഴ്ചപ്പാട് പ്രാപിച്ച,
ദൈവിക ദർശനം പ്രാപിച്ച, ദൈവിക ശബ്ദം കേട്ട ഒരു വ്യക്തിയുടെ ശിഷ്യനായിരുന്നു ആര്? പറ, യോശുവ. സ്തോത്രം, സ്തോത്രം. ദർശനമുള്ളവന്റെ കൂടെ നടന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റൂ. ഞാൻ കൂടെ പറയാറുണ്ട്, കുറ്റം പറഞ്ഞ് നടക്കുന്നതിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഉള്ള കൃപയുടെ പോകും. യോശുവ ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ നേതാവായി ദൈവം ഉപയോഗിക്കാനുള്ള കാരണം ദൈവ ശബ്ദം കേട്ടിറങ്ങിയ മോശയുടെ ശിഷ്യനായി വളർന്ന ആളായിരുന്നു യോശുവ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദർശനമുള്ളവന്റെ കൂടെ നിന്നാൽ, ദർശനമുള്ളവന്റെ പുറകെ നടന്നാൽ, ദർശനമുള്ളവന്റെ കൂടെ പ്രവർത്തിച്ചാൽ നമ്മളിലൂടെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലായിടത്തും കൊട്ടും പാട്ടും ഉണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഓടി നടക്കരുത്. സ്തോത്രം. എല്ലായിടത്തും സ്തോത്രം പറയുന്നിടത്ത് എല്ലായിടത്തും പോകരുത്. കാരണം ദർശനമുള്ളവന്റെ കൂടെ, ആത്മഭാരമുള്ളവന്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ അടുത്തൊരു യോശുവയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. അല്ലേ? സ്തോത്രം. ഇനി പഴയ നിയമ സഭയാണ് ആര്? ഇസ്രായേൽ ജനം. പഴയ നിയമ സഭയാണ് ഇസ്രായേൽ ജനം. അല്ലേ സിസ്റ്ററെ? സ്തോത്രം. ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, ഇടയ്ക്ക് സ്വപ്നമൊന്നും കാണാനൊക്കില്ല. സ്തോത്രം. അപ്പോ ആ പഴയ നിയമ സഭയുടെ ആദ്യത്തെ സീനിയർ പാസ്റ്റർ ആരാ? മോശ. മോശ മരിച്ചു കഴിഞ്ഞ അടുത്ത സീനിയർ പാസ്റ്ററായിട്ട് ദൈവം ആരെ എഴുന്നേൽപ്പിച്ചു? യോശുവ. ആ യോശുവ ഇസ്രായേൽ ജനത്തെ ആമേൻ കനാനിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുക മാത്രമല്ല 12 ഗോത്രങ്ങൾക്കും കനാൻ ദേശം വിഭജിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ്. സ്തോത്രം. ദർശനമുള്ളവന്റെ കൂടെ നടന്നവൻ, ആ വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില വൻകാര്യങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഞാനും സിൽവയെ സെമിനാരി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കുറെ വർഷങ്ങൾ അഭിഷിക്തനായ ദൈവദാസന്റെ കീഴിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചവരാ. സ്തോത്രം. ശുശ്രൂഷ ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ശുശ്രൂഷ കണ്ടു വളരുക മാത്രമല്ല, സെമിനാരി പഠിച്ചിറങ്ങിയതിനു ശേഷം ശുശ്രൂഷകളുടെ കൂടെ നടന്ന് ശുശ്രൂഷ പഠിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഏത് പ്രതിസന്ധി വന്നാലും അടിതെറ്റി പോകത്തില്ല. യോശുവയ്ക്ക് ദൈവജനത്തെ നയിക്കുവാനുള്ള പ്രാഗൽഭ്യം എവിടുന്നാണ് ലഭിച്ചത്? ഈ വാഗ്ദത്ത ദേശം വിഭജിച്ചു കൊടുക്കാനുള്ള പരിജ്ഞാനം എവിടുന്നാണ് ലഭിച്ചത്? അത് മറ്റാരിക്കുന്നുവല്ല, സർവശക്തനാകുന്ന ദൈവം തന്റെ നേതാവായ, തന്റെ ഗുരുവായ മോശയുടെ മരണശേഷം യോശുവയെ അഭിഷിക്തനായി തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലിയൊരു സഭയുടെ സീനിയർ പാസ്റ്റർ ആരാ? ഇപ്പൊ ആരാ? യോശുവയ. സ്തോത്രം. വലിയൊരു ഉത്തരവാദിത്തമുണ്ട്, വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവദാസൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറഞ്ഞു, ഇത് ദൈവത്താൽ തന്ന ഉദ്യോഗമത്രേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരെങ്കിലും രണ്ടുപേരെ കണ്ട് ഞാനൊരു സഭ തുടങ്ങാന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല യോശുവ. ആണോ? അല്ല. സ്തോത്രം. ഒരു സഭയെന്ന് 10 പേരെ പിടിച്ചുണ്ടാക്കാൻ തുടങ്ങിയ സഭയല്ലത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത തലമുറയുടെ അധ്യക്ഷനായി, നേതാവായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് യോശുവ. സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് മാത്രമേ ശുശ്രൂഷയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവ ശബ്ദം കേട്ടവന് മാത്രമേ ദൈവജനത്തെ നയിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ കൂടെ നടക്കുന്നതിന് മാത്രമേ ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടെത്തുവാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അനേക സഭകളുണ്ട്, എന്നാൽ എല്ലാം ദൈവ നിയോഗം പ്രാപിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. യോശുവയ്ക്ക് ഒരു ഉറപ്പുണ്ട്, എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചാരാ? ദൈവം. യോശുവ പറയാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ തീരുമാനമായിരിക്കണം ഒന്ന്, ഞാനും. അല്ലെ? അത് പേഴ്സണൽ, ഇൻഡിവിജ്വലാ, വ്യക്തിപരമാണ്. പിന്നെ എന്റെ കുടുംബവും. സ്തോത്രം.
എന്റെ കൂടെ എന്റെ കുടുംബം നിൽക്കണം, എന്റെ കൂടെ എന്റെ ഭാര്യ നിൽക്കണം, എന്റെ കൂടെ എന്റെ മക്കൾ നിൽക്കണം. എങ്കിൽ മാത്രമേ ജനത്തെ നയിക്കുവാൻ, വാഗ്ദത്ത ദേശത്തെ നയിക്കുവാനുള്ള പ്രാഗൽഭ്യം ദൈവം കൊടുക്കത്തുള്ളൂ. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി, ഇന്ന് നിത്യദിനം. സ്തോത്രം. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുക. എവിടാ പോകുന്നത് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഏത് സഭയുടെ പേരും ഭാര്യയ്ക്ക് അറിയത്തില്ല. പാസ്റ്റർ നമ്മുടെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം നിയോഗിക്കാത്ത കാര്യങ്ങൾ ഏറ്റെടുത്താൽ കുഴഞ്ഞു പോകും, മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവ ശബ്ദം കേട്ടാണ് ഇറങ്ങി തിരിച്ചാൽ എത്ര കാറ്റും കോളും തിരമാലകളും വന്നാലും നമ്മൾ തകർന്നു പോകത്തില്ല. ദൈവം ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിപ്പാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് വളരെ കോൺഫിഡൻസ് ദൈവസന്നിധിയിലുണ്ട്, വളരെ ഉറപ്പുണ്ട്. എന്റെ ശുശ്രൂഷയോടുകൂടി എന്റെ കുടുംബവും നിൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് നല്ലൊരു ഭാര്യ ദൈവം തന്നു. എന്റെ സുഖത്തിലും ദുഃഖത്തിലും ശുശ്രൂഷയിലും എന്റെ കൈത്താങ്ങൽ നൽകാൻ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ മുമ്പാകെ എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന ഒറ്റയ്ക്കല്ല, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം, സ്തോത്രം. ചില ശുശ്രൂഷകന്മാര് പാസ്റ്റർമാര് എങ്ങനെയായാലും ചവിട്ടി താഴ്ത്താനേ നോക്കുള്ളൂ. വചനം ശുശ്രൂഷിക്കുവാനോ ഒരു അവസരം കൊടുക്കാറില്ല. സ്തോത്രം. പല സഭകളിലും അതങ്ങനെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബമായിട്ടാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഭ കൊടുക്കേണ്ട മാന്യത ആ കുടുംബത്തിനുള്ള മാന്യത കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പല സഭകളിലും പല ദേശങ്ങളിലും, കേരളത്തിലെ പ്രത്യേകിച്ച്, പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് ഒരു വിലയില്ല. പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് സ്തോത്രം. ചിലർ ചിന്തിക്കുന്ന പാസ്റ്റർമാരുടെ ഭാര്യ കാപ്പി ഉണ്ടാക്കാനും കഞ്ഞി ഉണ്ടാക്കാനും മാത്രമാണെന്നാ. അല്ല, കൂടെ നിന്ന് ശുശ്രൂഷിക്കാനാണ് ദൈവം കൊടുത്തത്. നമ്മുടെ സഭയുടെ ചർച്ച് ഓഫ് ഗോഡ് പ്രവാസിയുടെ നിയമം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശുശ്രൂഷിക്കണം. ഭാര്യയുമായിട്ടുള്ള നല്ല ബന്ധമില്ലാത്ത ആളിന് ഈ സഭയുടെ ശുശ്രൂഷയിൽ എടുക്കത്തില്ല. സ്തോത്രം. ഈ സഭയിൽ ഒരു നേതൃത്വ സ്ഥാനത്ത് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഭാര്യമാരെയാണ്. കാരണം കുടുംബം നന്നായാൽ ശുശ്രൂഷയും നന്നായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക പെട്ടകം ഒരുക്കി അല്ലേ ഭാര്യ മാറിയെന്നോ നിന്നോ? സ്തോത്രമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ടാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അല്ല ആന്റി, ആമേ. ലോകയുടെ ഭാര്യ, മക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഭയ്ക്ക് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന പഴയ നിയമ സഭയുടെ രണ്ടാമത്തെ വലിയ പാസ്റ്ററായ യോശുവ പറയാണ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു പാസ്റ്റർ കുടുംബമാണ് ആ സഭയുടെ ആത്മീയ മാതാവും പിതാവും എന്ന് പറയുന്നത്. അവൻ പാസ്റ്റർക്കുള്ള പ്രാധാന്യം തന്നെ പാസ്റ്റർ ഭാര്യമാർക്ക് കൊടുക്കണം. ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാരെ ചവിട്ടി താഴ്ത്തരുത്. അവർ നിങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷിക്കട്ടെ. അവരും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ മാത്രമേ ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തുള്ളൂ. ഈ നമ്മുടെ സഭയില് സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് എന്റെ ഭാര്യയ്ക്കൊക്കെ ആമേ മെസ്സേജിനൊക്കെ അവസരം കൊടുക്കുന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ വിമർശനമൊക്കെ ഉണ്ടായി. സ്തോത്രം. നല്ല കാര്യമാ, തക്കതായ മറുപടി കൊടുത്തു. പിന്നെ അവർ മിണ്ടുന്നില്ല. സ്തോത്രം. നിൽക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ വചനം വിട്ട് ഒരു കളിയുമില്ല. ആമേ. എനിക്ക് കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാലും, എത്ര വാഗ്ദാനം പറഞ്ഞാലും, ഇതിൽ എന്ത് പറഞ്ഞിരിക്കുന്നതോ ഇതിന്റെ അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. സ്തോത്രം. നിന്നാൽ വചനത്തിന് വേണ്ടി നിൽക്കണം, മരിച്ചാൽ വചനത്തിന് വേണ്ടി മരിക്കണം. ആമേ. അപ്പോസ്തലനായ പൗലോസ് തീവ്രമായിട്ടൊരു തീരുമാനം എടുത്തു. ജീവിച്ചാൽ കർത്താവിന് വേണ്ടി, മരിച്ചാൽ കർത്താവിന് വേണ്ടി. ജീവിക്കുന്ന ലാഭവും, അല്ലെങ്കിൽ മരിക്കുന്ന ലാഭം, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അതൊരു ശുശ്രൂഷന്റെ തീരുമാനം.
Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. ഒരു സഭയുടെ ആത്മീയ മാതാവും പിതാവുമാണ് അവിടുത്തെ പാസ്റ്ററും പാസ്റ്റർ ഭാര്യയും. അത് ലോകത്തെമ്പാട് ഒരേ നിയമം അത്രേ. അത് കേരളത്തിന് പ്രത്യേകിച്ചില്ല, തമിഴ്നാടിന് പ്രത്യേകിച്ചില്ല, ആന്ധ്ര പ്രത്യേകിച്ചില്ല. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കണം. യോശുവ പറയാ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഇനി ദൈവമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് ഒന്ന്, അത് പേഴ്സണൽ ആണ്, വ്യക്തിപരമാണ്. സ്തോത്രം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദൈവിക ബന്ധം നമുക്കറിയാം. കർത്താവിലൂടെയുള്ള രക്ഷ വ്യക്തിപരമാണ്, നിത്യജീവൻ വ്യക്തിപരമാണ് എന്നതുപോലെ ദൈവികമായ ബന്ധവും വ്യക്തിപരമാണ്. ഒന്നാമതായിട്ട് യോശുവ പറഞ്ഞെന്താ? ആദ്യം പറഞ്ഞെന്താ? എന്റെ കുടുംബം എന്നല്ല പറഞ്ഞ. ആദ്യം എന്താ? ഞാന്. സ്തോത്രം, സ്തോത്രം. ഞാനെന്നുള്ള വ്യക്തിയാണ് ആദ്യം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് തോന്നുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ വഴക്കുറ, നീ പ്രാർത്ഥിക്കണ, നീ ഉപവസിക്കണ, നീ അങ്ങനെ നിൽക്കണം, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരൊരു ഡാഡി വേറെ കാര്യം നോക്കാൻ പറയും. കാരണം എന്നാ? എനിക്ക് മാതൃകയില്ലെങ്കിൽ, അല്ലേ? ഈ സഭയിൽ എനിക്ക് മാതൃകയില്ലെങ്കിൽ നിങ്ങൾ ആരുടെ വരുമോ? സിസ്റ്റർ? ഇല്ല. നമ്മള് പെന്തക്കോസുകാർ എങ്ങനെയല്ലോ ചാടാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. ഏറ്റവും കൂടുതൽ സമയമുള്ളത് പെന്തക്കോസുകാർക്ക്, അല്ലേ? കത്തോലിക്കർക്ക് അങ്ങനെ സമയമുണ്ടോ? പരിപാടി ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമല്ലേ? ഞാനത് വിമർശിച്ച് പറയല്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആവശ്യം. ഞാനെന്ന വ്യക്തി നിങ്ങൾ നോക്കുമ്പോൾ ഒരു മാതൃകയില്ലാത്ത ഒരു ദൈവദാസനാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആത്മീയത്തിന് വർധന ഉണ്ടാകുന്നില്ല. ഞാനിവിടെ ഒന്ന് അംബാസിക്ക് പ്രസംഗമൊക്കെ നടത്താം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സഭയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരിക്കണം. യോശുവയ്ക്ക് പറയാനുള്ള ഒരു തന്റേടമുണ്ട്. പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും യോശുവ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുപോയില്ല. സമയം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരു മാസം കഴിയുമ്പോൾ തമിഴിലും പ്രസംഗിക്കും. ഒരു മാസം ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യാണ് ഞാൻ തമിഴ് പ്രസംഗിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാസ്റ്റർ തമിഴിലൊന്ന് പ്രസംഗിക്കാൻ പറയും. കൊഞ്ചം പുരിയും, അത് മൊത്തം പുരിയാതെ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാതെ കോട്ടയത്തിൽ നിന്ന് യാത്ര ചെയ്യും, ഇവിടെ തന്നെ ഇരുന്നോണം. സ്തോത്രം. തമാശ പറഞ്ഞാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ചിന്തയെല്ലാം ഇവിടെ ആയിരിക്കും. ഒന്ന്, വ്യക്തിപരമായ ഒരു ജീവിതം. സ്തോത്രം. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കണമെങ്കിൽ നയിക്കുന്നയാളിന്റെ ജീവിതത്തിൽ മാതൃകപരമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കണമെങ്കിൽ അവനവന്റെ കണ്ണില് കോലെടുക്കണം, സ്വന്തം കണ്ണില് കോലെടുക്കണം. അത് യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ പ്രസംഗിക്കാം, പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതാണ് ദൈവമാണ് നോക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നോക്കുക, വ്യക്തിപരമായ ജീവിതം അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, കർത്താവിന്റെ ദാസി എന്നൊരു വചനം വായിച്ചു, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഞങ്ങൾ തമ്മിൽ ഒന്നും അറിഞ്ഞില്ല, ഏത് മെസ്സേജ് പ്രസംഗിക്കുന്ന പോലും. ഞാൻ ഇവിടെ ഇരുന്നും പ്രാർത്ഥിച്ച് പ്രാപിച്ചു, പുള്ളിക്കാരത്തി അകത്തിരുന്നും പ്രാർത്ഥിച്ച് പ്രാപിച്ചു. പക്ഷെ വന്നപ്പോ ഒരു മെസ്സേജിന്റെ ഒരു സബ്ജക്റ്റ് വന്നു, ആമോസ് ബ്രദർ സംസാരിച്ച വചനവും ഇതെല്ലാം ഒരു കണക്റ്റഡ്. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് വായിക്കാം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം വേഗത്തിൽ വായിച്ചു വിടുക. 19 മുതൽ 21 വരെ വാക്യങ്ങൾ. സദൃശ്യ 10, 19 മുതൽ 21 വരെ വായിച്ചാൽ. വാക്കു പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് വേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാ മരിക്കുന്നു. കേട്ടോ, നാവിനെ നിയന്ത്രിക്കണം. കാരണം പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾ, സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം വാക്കുകളുടെ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്. അധരങ്ങളെ അടക്കുന്നവനാ ബുദ്ധിമാൻ. നമ്മുടെ നാവ് മറ്റുള്ളവരെ പോഷിപ്പിക്കുന്ന വാക്കായിരിക്കണം. തകർന്നിരിക്കുന്ന ഒരുവനെ പിന്നെയും തകർച്ചയിൽ തള്ളിവിടുന്ന വാക്കുകളായിരിക്കില്ല. ആ വ്യക്തിയെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിർത്തുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ വാക്കുകൾ. സ്തോത്രം, സ്തോത്രം. ഈ ചില ഫോണൊക്കെ വരുമ്പോ
നമ്മൾ മറ്റുള്ളവർ കേൾക്കാതെ തന്നെ സംസാരിക്കുള്ളൂ. എന്നാന്നറിയാമോ? ആ പറയുന്ന വാക്കുകൾ അത്ര സുഖമുള്ള വാക്കുകളായിരിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത്, അല്ലേ? അപ്പൊ അടുത്ത കേൾക്കുമ്പോൾ നമുക്കൊരു ലജ്ജ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാറി നിന്ന് സംസാരിക്കും. എന്നാൽ ചില ആളുടെ ഫോൺ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ആർത്തിയാ, അല്ലേ? നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ മതി, ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി എന്ന് നമ്മുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സ്തോത്രം. അത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മോഷിപ്പിക്കുന്നതാണ് മറ്റുള്ളത്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാട്ടെ. 1 പത്രോസ് 3:10. ഈ വാക്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. 1 പത്രോസ് 3:10. ജീവനെ ആഗ്രഹിക്കുകയും ആ, ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ഒന്നുകൂടെ വായിച്ചാട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കണ്ടോ? അടക്കിക്കൊള്ളട്ടെ. ശുഭകാലം വന്നെങ്കിൽ അതും ഈ നാക്കിന്റെ വാക്കിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭകാലം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വചനം പറയുന്നു, നമ്മുടെ നാവിന്റെ നിയന്ത്രണം ആവശ്യമാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനം 4:6. കൊലോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരോടും മറുപടി പറയുവാൻ നമ്മുടെ വാക്ക് എന്താണ്? കൃപയോടുകൂടിയ വാക്കായിരിക്കണം. സ്തോത്രം. സ്തോത്രം. ഒരുവനെ തകർക്കുന്ന രൂപത്തിൽ വാക്കുകൾ പറയരുത്. അവൻ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. ചില വാക്കുകളൊക്കെ ഉപ്പിനാൽ രുചിയാ, പക്ഷെ ഓവർ ഉപ്പായി കഴിഞ്ഞ് കൊള്ളാം മോളെ. മമ്മി എത്ര ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നമ്മള് ഓടെ കളയുള്ളൂ. കാരണം എന്നാ? ഉപ്പ് കറക്റ്റ് ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പൊ അതിനെല്ലാം കൃത്യത ഉണ്ടായിരിക്കണം. അതിൻ്റെതായ കൃത്യതയിൽ തന്നെ വാക്കുകൾ പ്രയോഗിക്കണം. സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യം 18:20-21. നമുക്കറിയാവുന്ന വാക്കാണ്. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ആമേൻ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ജീവനോ മരണമോ ഏതെങ്കിലും ഒരു ഫലം അത് ഇഷ്ടപ്പെടുന്നവന് കിട്ടും. ഇത് നാവിന്റെ അധികാരത്തിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് കൂടെ പറയുന്നു അതായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ എന്ത് കൂടെ പറയുന്നു അതായിരിക്കും നമ്മുടെ ഭാവി. ഏതില്ലായ്മയിലും അവൻ നല്ല വാക്ക് പറയാൻ കഴിയുമോ? പ്രത്യാശയുടെ വാക്കുകൾ പറയാൻ കഴിയുമോ? വാക്തത്വങ്ങൾ പറയാൻ കഴിയുമോ? അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിരാശയുടെ വാക്കുകൾ ഒഴിവാക്ക്, പാരങ്ങളുടെ വാക്കുകൾ ഒഴിവാക്ക്, ഇല്ലായ്മയുടെ വാക്കുകൾ ഒഴിവാക്ക്. ദൈവം നമ്മളെ മാനിക്കും. നാം ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. 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 ആമേൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. യാക്കോബിന്റെ ലേഖനം 3:1 മുതൽ 12. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞു നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. സിസ്റ്റർ, അധികം ശിക്ഷാവിധി വരും എന്നോർത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും ഉപദേഷ്ടാക്കന്മാരാകരുത്. സ്തോത്രം. അതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവം ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യരുത്. സ്തോത്രം. സ്തോത്രം. ശൗൽ രാജാവിന്റെ രാജസ്ഥാനം പോകാൻ കാരണമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായി ഇസ്രായേൽ രാജാക്കന്മാര് യാഗം നടത്തി ദൈവീയ പ്രസാദം നേടിയിട്ടാ പോകുന്നത്. പ്രവാചകൻ വരാൻ താമസിച്ചപ്പോൾ ശൗല് ചിന്തിച്ചെന്താ, ഇത് പ്രവാചകന് മാത്രമേ പറ്റുള്ളൂ, എനിക്കും ചെയ്തൂടെ യാഗം കഴിക്കാം, അല്ലേ? സ്തോത്രം. ചെയ്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ പ്രവാചകൻ വന്നത് അവൻ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. സ്തോത്രം. 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 കർത്താവിന്റെ വേല ചെയ്യുന്നത് ഉപദേഷ്ടാക്കന്മാരാകുന്നത് എന്റെ സ്വന്തം ആഗ്രഹപ്രകാരമായിരിക്കരുത്. ചിലപ്പോ അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കും, എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. പക്ഷെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കരുത്. കാരണം ഇതിനൊരു ശിക്ഷാവിധി ഉണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു,
ആമേ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി മിനിസ്ട്രിയിലേക്ക് പോകരുത്. നിങ്ങൾ എവിടെ കാത്തിരിക്കണം? യെരൂശലേമിൽ കാത്തിരിക്കണം. ഒരു വാഗ്ദത്തം പിതാവിൽ നിന്നുണ്ട്, അത് പ്രാപിക്കുവോളം നിങ്ങൾ അവിടെ കാത്തിരിക്കണം. സ്തോത്രം, സ്തോത്രം. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്നു, ശുശ്രൂഷ പഠിച്ചു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, വിശന്നവർക്ക് അപ്പം നൽകുന്നു, അവ കുഴക്ക് കാഴ്ച കൊടുക്കുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, എല്ലാം കണ്ടു. പക്ഷേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ചാടിക്കയറി ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ കൺഫർമേഷൻ വരെ, അത് ലഭിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കാലത്ത് ഒത്തിരി ഗോരുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണം ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക. പക്ഷെ വചനം പറയാ, ഒരു ശിക്ഷാവധി ഉണ്ട്. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. ദൈവം ഏൽപ്പിക്കാത്ത കാര്യങ്ങൾക്ക് യെസ് പറയരുത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ സ്വർഗം നമ്മളെ മാനിക്കും. അവിടെ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. തുടർന്ന് വായിച്ചാട്ടെ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അപ്പൊ ഒരു ഗുരുവാകുവാൻ, ഒരു ശുശ്രൂഷകനാകുവാൻ ദൈവജനത്തിന്റെ അടിസ്ഥാനം തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഭാഗത്ത് സ്തോത്രം പറഞ്ഞിട്ട് മറുഭാഗത്ത് മറ്റു സഹോദരനെ കുറ്റം പറയരുത്, അവരെ വിധിക്കരുത്, അവരെ തള്ളിപ്പറയരുത്, അവരെ നിസ്സാരമായി കണക്കാക്കരുത്. കാരണം ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്. വായിച്ചിട്ട് കുതിരയെ അധീനമാക്കുക, വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ പറയുന്നു. കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞാണ്. ഇനി യെശയ്യാപ്രവചനം 6:5 നമ്മൾ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. യെശയ്യാ 6:5. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്നെ കണ്ടു സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവിന്റെ ഒരു ദർശനത്തിൽ ഹല്ലേലൂയ, താൻ തന്റെ നാവ് കൊണ്ട് പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരവുള്ള ഒരു മനുഷ്യൻ. കണ്ടോ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനാ, വലിയ പ്രവാചകനാ. പക്ഷെ പറയാ, എന്റെ നാവിൽ എന്തില്ല? ശുദ്ധി. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഓരോ ശുശ്രൂഷ ദൈവം തരുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്തോണം. യാക്കോബിന്റെ ലേഖനം 3:1-12 പറയുന്നത്, ആമേ ഹല്ലേലൂയ, നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തരെന്ന് നടിക്കുന്നത് അത് വ്യർത്ഥമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആമേ ഹല്ലേലൂയ. അവസാനമായ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. 141 സങ്കീർത്തനം 3 വാക്യം വായിച്ചാട്ടെ. ഒരു പ്രാർത്ഥനയാണ്. 141:3 സങ്കീർത്തനം. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരും പ്രാർത്ഥന. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണം, എന്റെ അധരങ്ങളെ ഒന്ന് കാവൽ ചെയ്യണം. ഞാൻ അരുതാത്ത വാക്കുകൾ എന്റെ നാവിൽ നിന്ന് പറയരുത്, അരുതാത്ത കാര്യങ്ങൾ എന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്, ദൈവഹിതമല്ലാത്തൊരു ഒറ്റ വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിന് വേണ്ടി ഒന്നാമതായി നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ അവരെ നോക്കുകയല്ല, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എത്രയും നോക്കണം. എല്ലാവരും ദൈവത്തിന് സ്തുതിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു മാനസികമായ ഒരു പ്രയാസം ഉണ്ടായത് മറ്റ് ഒന്നുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. ഹല്ലേലൂയ. ഇവിടുന്ന് പോയൊരു സഹോദരൻ
പറഞ്ഞ പ്രകാരമാണ്, എന്റെ ഇളയ മകനെ കണ്ടുകൊണ്ട് അവരുടെ മക്കൾ തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ അനുസരിക്കാതെ വരുന്നു. എനിക്ക് വളരെ ആശ്ചര്യമായി, വലിയ പ്രയാസമായി. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സ്തോത്രം, ആകപ്പാടെ ഞായറാഴ്ച 2 മണിക്കൂർ മാത്രമാണ് ഹല്ലേലൂയ അവർ ഈ ആലയത്തിൽ വരുന്നത്. സ്തോത്രം, ബാക്കിയുള്ള മണിക്കൂറുകൾ മുഴുവൻ അവരുടെ വീട്ടിലോ സ്കൂളിലോ മറ്റു സ്ഥലങ്ങളിലോ ആണ്. എങ്ങനെയാണ് ഈ 2 മണിക്കൂർ കൊണ്ട് ഒരു കുഞ്ഞിന് മാറ്റം ഉണ്ടാകുന്നത്? അതൊരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലല്ലോ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാൽ ഞാൻ ഉറപ്പ് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റി പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കഠിനമായി ശാസിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, ഗൈഡ് ചെയ്യാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. കാരണം എനിക്കറിയാം അവർ പഠിക്കുന്നത് എന്നിൽ നിന്നാണ്, എന്റെ ഭാര്യയിൽ നിന്നാണ്, എന്റെ കുടുംബത്തിൽ നിന്നാണ്. യോശു പറയാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഗോവേസി. ഇസ്രായേൽ ജനത്തോട് പറയാ, ആരെ സേവിക്കണം നിങ്ങൾ തെരഞ്ഞെടുത്തോ. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങൾ കടന്നു വന്ന ജാതീയ ദൈവമാരെ നിങ്ങൾക്ക് സേവിക്കണോ, നിങ്ങൾ തെരഞ്ഞെടുത്തോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഗോവയെ സേവിക്കും. പ്രിയ ദൈവമക്കളെ, ഇതായിരിക്കണം നമ്മുടെ ഒരു തീരുമാനം. ആരെന്ത് തന്നെ ചെയ്തോട്ടെ, നമ്മുടെ സ്വന്തക്കാരോ ചാർച്ചക്കാരോ ബന്ധുക്കാരോ മറ്റുള്ളവരോ അവരേത് വഴിയിലൂടെയാണോ അവർ വഴിതെറ്റി പോകട്ടെ എന്നല്ല. പക്ഷേ അവരുടെ തെരഞ്ഞെടുപ്പ് അവർ തെരഞ്ഞെടുക്കുന്നു. പക്ഷെ നമുക്കൊരു തെരഞ്ഞെടുപ്പിട്ടായിരിക്കണം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ഗോവയെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മ പറയാ, നമുക്ക് ഈ ഒരു തീരുമാനം എടുത്തു വേണം മടങ്ങി. ഞാൻ ആരെ നോക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരല്ല എനിക്ക് മാതൃക. എന്റെ മാതൃക എന്റെ കർത്താവാണ്. ഞാൻ എന്റെ കുടുംബത്തിന്റെ മാതൃക ഞാൻ തന്നെ ആയിക്കൊള്ളട്ടെ. എന്റെ പ്രാർത്ഥന ജീവിതം ഞാൻ ഉറപ്പോട് പറയുന്നു, ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി മുട്ടുമേലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരു മാതൃകയായി തീരും. നാളുകളിൽ നമ്മുടെ മക്കൾ സാക്ഷ്യം പറയും, എന്റെ മാതാപിതാക്കൾ അവർ പ്രാർത്ഥിച്ചതുകൊണ്ട്, അവർ ഉപവസിച്ചതുകൊണ്ട്, അവർ കരഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് നിലയിലായി. ഞാൻ ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ കൊണ്ടാണ് ഞാൻ ഈ നിലയിലായിരുന്നത്. അവരെല്ലാം പറഞ്ഞ ഒരു ചരിത്രമുണ്ട്, എന്റെ മാതാപിതാക്കൾ, എന്റെ മാതാവ്, എന്റെ പിതാവ്, അവർ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസത കൊണ്ട് ഞങ്ങളും ഇന്ന് ഈ നിലയിലായിരിക്കും. ഒരു നിമിഷം ദൈവത്തിന്റെ എഴുന്നേറ്റ്